അഞ്ചിതൾ ചെമ്പരത്തി കൊണ്ടുള്ള ഈ കാലാവസ്ഥക്ക് ചൂടിന് പറ്റിയ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ചെമ്പരത്തി ചെവിയിൽ വെക്കാൻ മാത്രമല്ല കേട്ടോ, ഇത് ജ്യൂസായിട്ട് കുടിക്കാനും ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇടുന്നു. ഉണ്ടോ, ചെമ്പരത്തി ഞാൻ അതിലോട്ട് ഇടുന്നു. ഉണ്ടോ, ഇട്ടിടേന്ന് കണ്ടോ. അപ്പോൾ കളർ ഇങ്ങനെ മാറി വരുന്നതിന് ശേഷം അഞ്ചിതൾ ചെമ്പരത്തി അതിൽ കിടന്ന് മെൽട്ടാവും. ഉണ്ടോ, കളറൊക്കെ ആ വെള്ളത്തിൽ ആവണുണ്ടോ. ഈ ചൂടുകാലത്ത് കുടിക്കാൻ ആരോഗ്യത്തിനും നല്ലതാണിത്. നമ്മളെ ബ്ലഡൊക്കെ നന്നായി പ്യൂരിഫൈ ചെയ്യുമെന്നാണ് പറയണത്. ബ്ലഡ് വർദ്ധിക്കും, രക്തയോട്ടം ഉണ്ടാവും. ഇനി ഇത് കുടിക്കണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് കണ്ടു. ഓക്കെ, ചൂടാറിയതിന് ശേഷം ഈ വെള്ളം ചൂടാറിയതിന് ശേഷമാണ് അടുത്തത് പരിപാടി നമ്മൾ തുടങ്ങും. ഞാനിവിടെ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കാട്ടണത്, ചെമ്പരത്തി കൊണ്ടുള്ള ജ്യൂസ്. ഈ ചൂടിനും ബ്ലഡൊക്കെ നല്ലോണം പ്യൂരിഫൈ ചെയ്യാനും ബ്ലഡ് കൂടാനും ഒക്കെ അതിലോട്ട് നമ്മൾ ലെമൺ ഒഴിച്ചു കൊടുക്കും. നോക്കിക്കോട്ടാ, എന്താ കളറ് മാറി മാറി വരുന്നുണ്ട് ലെമൺ ഒഴിച്ചപ്പോൾ. നല്ല റെഡ് കളറായി കണ്ട. അതിന് നമ്മൾ വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടി പുതിനയുടെ ലീഫ് ഇടാം. നല്ല സാധനം ഉണ്ടാവും, എല്ലാവരും ട്രൈ ചെയ്തോ. കുടിക്കാനും നല്ലതാണ്. ഹെൽത്തി ഡ്രിങ്കാണ്. കണ്ടോ, കളർ നോക്കി നല്ല ഭംഗിയിലാണ്. ഒരു കളറ് പോലും ആഡ് ചെയ്തിട്ടില്ല. ചെമ്പരത്തി ജ്യൂസ്, ഹിബിസ്കസ് ജ്യൂസ്.